ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് ബീഫിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതിലേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ കോൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കോൺ പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ അളാപ്പൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ അടിച്ച് മാറ്റിയ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അതാ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. എന്നിട്ട് ഇതിൽ ഒരു 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഓരോ ബീഫിൻ്റെ പീസ് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതാ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ബീഫെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 4-5 പ്രാവശ്യമൊക്കെ കുറേശ്ശെ ഇട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബീഫ് പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, കനം കുറച്ച് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബീഫ് മസാലയിലും ബീഫ് വേവിച്ചതിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3-4 വറ്റൽമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല എരിവും മധുരവും ഒക്കെ ഉള്ളൊരു ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ എൻ്റെ ഈ പാന് പോരാ, അതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതാ നമ്മൾ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.